നമസ്കാരം. ഒരേ ദിവസം 2 പുരസ്കാരങ്ങൾ നേടുന്ന അപൂർവ നേട്ടത്തിന് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അർഹനാകുമോ? ഇന്ന് 2 ചലച്ചിത്ര പുരസ്കാരങ്ങൾ ആണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ആദ്യ പുരസ്കാര പ്രഖ്യാപനം ഉച്ചയ്ക്ക് 12 മണിക്ക് മന്ത്രി സജി ചെറിയാൻ നടത്തും. അത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം ആണ്. മറ്റൊരു പ്രഖ്യാപനം ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണ്. അത് 3 മണിക്കും ഉണ്ടാകും. ഈ 2 പ്രഖ്യാപനങ്ങളിലും മലയാളി കാത്തിരിക്കുന്നത് ആരായിരിക്കും മികച്ച നടൻ എന്നുള്ളതാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുമ്പോൾ 2 താരങ്ങൾ ആണ് മികച്ച നടന്മാരുടെ പട്ടികയിൽ മുന്നിട്ട് നിൽക്കുന്നത്. അത് മമ്മൂട്ടിയും പൃഥ്വിരാജും ആണ്. അതേസമയം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി ഋഷഭ് ഭട്ടിനൊപ്പം മമ്മൂട്ടിയും മുന്നിൽ തന്നെയുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കുമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 3 മണിക്ക്. കശ്മീർ, മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും. അർജുനായി ഷിരൂരിൽ ഇന്ന് വീണ്ടും തെരച്ചിൽ. പരിശോധന ഈശ്വർ മാൽപ്പയുടെയും നേവിയുടെയും നേതൃത്വത്തിൽ. ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്നെത്തിക്കും. വയനാട്ടിൽ തെരച്ചിലിന്റെ ഒരു ഘട്ടം ഇന്ന് അവസാനിക്കും. ചാലിയാറിലെ മണൽത്തിട്ടകളിൽ കൂടുതൽ പരിശോധന. കാണാതായവരുടെ എണ്ണത്തിൽ കുറവുണ്ടായേക്കുമെന്ന് IG കെ സേതുരാമൻ. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള തീരത്തിനും അറബിക്കടലിനും മുകളിൽ ചക്രവാത ചുഴി. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര മേഖലയിൽ ജാഗ്രത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. കാഫിർ വിവാദം പ്രതിരോധത്തിലാക്കിയിരിക്കെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ഔദ്യോഗിക വിശദീകരണം കാത്ത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. പ്രതികളെ CPIM സംരക്ഷിക്കുന്നുവെന്ന് കോൺഗ്രസ്. കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്നും ആരോപണം. വെള്ളിത്തിരയിലെ താരങ്ങളെ ഇന്നറിയാം. ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. ദേശീയ പുരസ്കാര സാധ്യതാ പട്ടികയിൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും മുന്നിൽ. സംസ്ഥാന പുരസ്കാരത്തിൽ മികച്ച നടിയാകാൻ ഉർവശിയും പാർവതിയും. നടന്മാരിൽ മമ്മൂട്ടിക്കൊപ്പം പൃഥ്വിരാജും. രാജ്യത്ത് ഞെട്ടിച്ചു വീണ്ടും ബലാത്സംഗക്കൊല. ഉത്തരാഖണ്ഡിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന നഴ്സിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു കൊന്നു. പ്രതി പിടിയിൽ. കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം ആളിപ്പടരുന്നു. IMAയുടെ രാജ്യവ്യാപക പ്രതിഷേധം നാളെ. കേരളത്തിലെ ഡോക്ടർമാർ ഇന്ന് സമരത്തിൽ. എംപോക്സ് വ്യാപനം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് പുറത്തേക്ക്. സ്വീഡനിൽ രോഗം സ്ഥിരീകരിച്ചു. അണുബാധ ആശങ്കാജനകമെന്ന് ലോകാരോഗ്യ സംഘടന. വാർത്താരംഭം ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക് പോകുന്നു. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന സംസ്ഥാനങ്ങളിലെയും ജമ്മു കാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. അതോടൊപ്പം തന്നെ ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചേക്കും. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുമോ എന്നും ഇന്നറിയാം. ER രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി എന്നത് തന്നെയാണ് പ്രധാനമെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമ്മൾ പോകുമോ എന്നത് അറിയാൻ ഇനി 3 മണി വരെ കാത്തിരിക്കണമല്ലേ?
അഭിലാഷ്, നിർണായകമായ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. 288 സീറ്റുകളുള്ള മഹാരാഷ്ട്ര, 90 സീറ്റുകളുള്ള ഹരിയാന, 81 സീറ്റുകളുള്ള ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ 90 സീറ്റുകളുള്ള ജമ്മു കശ്മീരിലെ തെരഞ്ഞെടുപ്പ് കൂടി കമ്മീഷൻ ഏതായാലും ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കാരണം ജമ്മു കശ്മീരിന്റെ കാര്യത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ 10 വർഷത്തിന് ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ തന്നെ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയതാണ് സെപ്റ്റംബർ 30 മുമ്പ് ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കണം, ഒപ്പം തന്നെ ജമ്മു കശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകണമെന്നുള്ള കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് ഏതായാലും കടക്കുന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ കശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തുകയും സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് അനുകൂലമായ സാഹചര്യമാണ് കശ്മീരിലേത് എന്നാണ് വിലയിരുത്തലുള്ളത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിൽ സമീപകാലത്തെ ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ഏതാണ്ട് 58% പോളിംഗ് രേഖപ്പെടുത്തി. താഴ്വരയിൽ മാത്രം 50% പോളിംഗും ജമ്മു കശ്മീരിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല ജമ്മു കശ്മീരിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നേരത്തെ 87 സീറ്റുകളായിരുന്നു ജമ്മു കശ്മീരിൽ ഉണ്ടായിരുന്നെങ്കിൽ മണ്ഡല പുനർനിർണയത്തിന് ശേഷം അത് 90 വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. 47 സീറ്റുകൾ താഴ്വരയിലും 43 സീറ്റുകൾ ജമ്മു മേഖലയിലുമാണ്. അങ്ങനെയാണ് ഇപ്പോൾ മണ്ഡല പുനർക്രമീകരണം നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടി BJPക്ക് NDAക്ക് ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 2014-ലും 2019-ലും ഒക്കെ വലിയ വിജയം BJPക്ക് സമ്മാനിച്ചത് മഹാരാഷ്ട്രയായിരുന്നെങ്കിൽ അവിടെ ഇന്ത്യ സഖ്യം മേൽക്കൈ നേടുന്നത് മഹാരാഷ്ട്രയിൽ കണ്ടു. ഹരിയാനയിലും സമാനമായ രീതിയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് സീറ്റുകൾ കുറയുകയും 5 സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യം വിജയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തു. ഏതായാലും അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിനും BJPക്കും ഒരുപോലെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ജമ്മു കശ്മീർ തന്നെയാണ്. അവിടെ 10 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം 2014-ൽ അവിടെ PDPയും BJPയും ചേർന്നൊരു സഖ്യമാണ് ഭരിച്ചത്. ആദ്യം മുഫ്തി മുഹമ്മദ് സെയ്ദ് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മരണശേഷം മകൾ മെഹബൂബ് മുഫ്തി അധികാരത്തിൽ വരുന്നതും കണ്ടു. പിന്നീട് ആ സർക്കാർ താഴെ വീഴുന്നതും രാഷ്ട്രപതി ഭരണത്തിലേക്ക് വരുന്നതുമാണ് കണ്ടത്. അതിനുശേഷമാണ് ജമ്മു കശ്മീരിൽ പ്രത്യേക അധികാരം എടുത്തു കളയുന്ന നടപടികളിലേക്കൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ കടക്കുകയും ചെയ്തത്. ഏതായാലും ആ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. 3 മണിക്കാണ് പ്രഖ്യാപനം. അഭിലാഷ് ചോദിച്ചതുപോലെ തന്നെ കേരളത്തിനും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ് നടക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടക്കാനുണ്ട് എന്നുള്ളതാണ്. 2 MLA-മാർ ലോക്സഭയിലേക്ക് വിജയിച്ചു. ഒരാൾ മന്ത്രിയായിരുന്നു. K. രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ സ്വാഭാവികമായും ഇന്ന് പ്രഖ്യാപിക്കും. ഒപ്പം പാലക്കാട് നിന്ന് വിജയിച്ച് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിൽ എത്തുകയും ചെയ്തു. ഒപ്പം രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ ജനവിധി തേടിയിരുന്നു. വയനാട്ടിലും ഒപ്പം തന്നെ റായ്ബറേലിയിലും. അതിൽ റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുകയാണ് ചെയ്തത്. പകരം പ്രിയങ്ക ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ വയനാട്ടിൽ ഇപ്പോൾ വലിയ ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് ആളുകൾ ഈ ഉരുൾപൊട്ടൽ മരിച്ചു. അപ്പോൾ അത്തരമൊരു സാഹചര്യം നേരിടുമ്പോൾ വയനാടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം നീട്ടിവെക്കുമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ അറിയിപ്പും ഇന്ന് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും. ഏതായാലും 3 മണിക്കാണ് നിർണായകമായ പ്രഖ്യാപനം വരാനിരിക്കുന്നത്. ER സൂചിപ്പിക്കുന്ന പോലെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമോ അത് പിന്നീടത്തേക്ക് മാറ്റിവെക്കുമോ? പ്രത്യേകിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയ രാഹുൽ ഗാന്ധി പിന്നീട് വയനാട് മണ്ഡലം ഉപേക്ഷിച്ച സാഹചര്യം കൂടിയാണുള്ളത്. പക്ഷെ വയനാട് ഒരു ദുരന്തം നേരിടുന്ന സാഹചര്യം. പ്രധാനമന്ത്രി തന്നെ സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും വലിയ നാശനഷ്ടമാണ് വയനാട്ടിൽ സംഭവിച്ചത് എന്ന് വിലയിരുത്തുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ വയനാട് മാറ്റിവെക്കുമോ എന്നുള്ളതാണ്. അതേസമയം 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കുന്ന പശ്ചാത്തലമുണ്ട്. 2 MLA-മാർ നിലവിൽ പാർലമെന്റിലേക്ക് പോയ പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നുണ്ട്. ER നമുക്ക് കേരളത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് BJP മറുഭാഗത്ത് ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ആ അവിയൽ സഖ്യത്തിന്റെ ഒക്കെ ഒരു രൂപം പിന്നീട് എങ്ങനെ മാറിയെന്ന് നമ്മൾ കണ്ടതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പ്രത്യേകത നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ രാഷ്ട്രീയമായ ഒരു ഏറ്റുമുട്ടൽ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 400 സീറ്റുകൾ എന്ന അവകാശവാദമൊക്കെയായി പോരാടി BJP, NDA, അതിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തു വരുമ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ സഖ്യത്തിന് ഒപ്പം BJPക്ക്?
അഭിലാഷ്, ഈ ജമ്മു കശ്മീർ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നേരിട്ട സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ജാർഖണ്ഡും. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഇപ്പോഴുള്ള നേട്ടത്തിൽ വലിയ നിർണായക പങ്കുവഹിച്ച സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. മാത്രവുമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം അവിടെ വലിയ രീതിയിൽ മാറുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന, അന്ന് ശിവസേന രണ്ടായി പിളർന്നിട്ടില്ല. ഉദ്ധവ് താക്കറെ നേതൃത്വത്തിലുള്ള ശിവസേനയും BJPയും സഖ്യമായി മത്സരിക്കുന്നു. മറുവശത്ത് NCPയും കോൺഗ്രസും സഖ്യമായി മത്സരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അവിടെ വലിയ വടംവലി വരുന്നു. തുടർന്നാണ് ശിവസേന ഇങ്ങോട്ട് മാറുന്നു, മഹാ വികാസ് അഘാഡി എന്ന സഖ്യമായി മാറുകയും അത് പിന്നീട് ഉദ്ധവിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ പിന്നീടും കണ്ടു. വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അതിനുശേഷം മഹാരാഷ്ട്ര കണ്ടു. ശിവസേന വിഭാഗം രണ്ടായി പിളർന്നു. അതിനുശേഷം NCPയും രണ്ടായി പിളർന്നു. അങ്ങനെ ഈ പാർട്ടികളെല്ലാം തന്നെ പിളർന്ന് രണ്ട് ഭാഗത്തായി ചേക്കേറിയ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുണ്ട്. ഏതായാലും ഇന്ത്യ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതും BJPക്ക് ആശങ്കയ്ക്ക് ഇട നൽകുന്നതുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മഹാരാഷ്ട്രയുടെ ബലം. അതുതന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതും. ഇന്ത്യ സഖ്യം ഏതായാലും അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ NCP അടക്കമുള്ള അജിത് പവാർ പക്ഷത്തടക്കം വലിയ മുറിവുറുപ്പ് ഇപ്പോൾ ഇതിനോടകം തന്നെ തുടരുകയും ചെയ്തിട്ടുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ മുന്നേറ്റം ഒന്നും തന്നെ നടത്താൻ സാധിച്ചില്ല. മാത്രവുമല്ല, ഈ പിളർന്നു പോകാതിരുന്ന ഔദ്യോഗിക പക്ഷം ആയ പാർട്ടികൾക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ ശരത് പവാറിനും ഒപ്പം തന്നെ ഉദ്ധവ് താക്കറയ്ക്കും ഒപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഭൂരിഭാഗം വിജയിക്കുകയും ചെയ്തു. അതാണ് പ്രധാനമായും ഈ രണ്ടു പാർട്ടികൾക്കും പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം. ഏതായാലും മഹാരാഷ്ട്ര രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹരിയാനയിലേക്ക് വരികയാണെങ്കിൽ ഹരിയാനയിൽ 2014-ലും 2019-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു ഏകപക്ഷീയമായ വിജയമാണ് കണ്ടത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്ന കാര്യം കൂടി ഇതിനോടകം കൂട്ടി വായിക്കേണ്ടതുണ്ട്. അവിടെ JJP എന്ന് പറയുന്ന പാർട്ടിയുമായി ചേർന്നുകൊണ്ടായിരുന്നു സർക്കാർ ഭരണം നടത്തിയിരുന്നത് BJP. പക്ഷേ 6 മാസം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയത്തെ ചൊല്ലി ആ സഖ്യം ഉപേക്ഷിക്കുന്നു. അതിനുശേഷം BJP അവിടെ സ്വതന്ത്ര പിന്തുണയോടുകൂടിയാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഇനി JJP അടക്കമുള്ള പാർട്ടികൾ നേടുന്ന സീറ്റുകൾ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയതുപോലൊരു മുന്നേറ്റം ഇനി നടത്താൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ നിർണായകമായ ചോദ്യമാണ്. ഏതായാലും കോൺഗ്രസ് ക്യാമ്പ് ഈ ഘട്ടത്തിൽ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം 2014-ലാണ് 15 വർഷം നീണ്ടുനിന്ന ഹൂഡ ഭരണത്തിന് അവിടെ അന്ത്യം കുറിച്ച് BJP അധികാരത്തിൽ വരുന്നെങ്കിൽ കഴിഞ്ഞ കാലത്തെ ഒരു തെരഞ്ഞെടുപ്പ് ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ BJPക്ക് അവിടെ തിരിച്ചടിയാണ് ഹരിയാന സമ്മാനിക്കുകയും ചെയ്തത്. അപ്പോൾ എന്തായിരിക്കും ഹരിയാന ബലം എന്നതുകൂടും നിർണായകമാണ്. മാത്രവുമല്ല അഭിലാഷ്, ഡൽഹി ആം ആദ്മി പാർട്ടി ഭരണമാണ്, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഭരണമാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ആ ബെൽറ്റിലുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന. അപ്പോൾ തീർച്ചയായും ഹരിയാനയിലെ ജനവിധിയും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും രാജ്യം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കാണ് കടക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടിടങ്ങളിലെ, ഒന്ന് ജമ്മു കാശ്മീരിലെയും അതോടൊപ്പം തന്നെ കശ്മീരിലെയും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെയും. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേനയും ആയിരുന്നു സർക്കാർ രൂപീകരിക്കേണ്ടതെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ മഹാഘാടി സഖ്യത്തിലേക്ക് പോകുന്നു. അവിടെ NCPയും കോൺഗ്രസിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് സർക്കാർ രൂപീകരിച്ചു. പിന്നീട് രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായ ഇരു പാർട്ടികളെയും പിളർത്തിക്കൊണ്ട് NCPയെയും അതോടൊപ്പം തന്നെ ശിവസേനയെയും അടക്കം പിളർത്തുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. അങ്ങനെ സർക്കാരിനെ അട്ടിമറിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ സാഹചര്യം മാറുന്നു, BJPക്ക് തിരിച്ചടിയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 2 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ, പാലക്കാട് ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ, അതറിയാൻ നമുക്ക് 3 മണി വരെ കാത്തിരിക്കാം. മറ്റു വിശദാംശങ്ങൾ അടുത്ത വാർത്താ ബുള്ളറ്റിനുകളിലും ഉൾപ്പെടുത്താം. കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും തുടങ്ങും. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ ആരംഭിക്കുന്നത്. 10 മണിയോടെ ഈശ്വർ മാൽപ്പയുടെയും നേവിയുടെയും നേതൃത്വത്തിൽ അർജുന്റെ ലോറിയുടെ കയർ ലഭിച്ച സ്ഥാനത്ത് ആദ്യം തെരച്ചിൽ നടത്തും. തെരച്ചിലിനായി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന് എത്തിക്കും. മിനിഞ്ഞാന്നുണ്ടായിരുന്ന അതേ എല്ലാ സംവിധാനങ്ങളും ഇന്നും തുടരും എന്നാണ് കളക്ടറുടെ ഭാഗത്തു നിന്ന് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തന്നെ ക്രെയിൻ സംവിധാനങ്ങളും ഇന്ന് എത്തിച്ചേരുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും പിന്നെ അവിടുത്തെ ക്രെയിൻ ഓപ്പറേറ്റേഴ്സും പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇവിടെ തിരച്ചിലുണ്ടാകുമെന്നാണ്. മാൽപ്പെ പറഞ്ഞ ഔദ്യോഗികമായിട്ടല്ല, ഞങ്ങളോട് പേഴ്സണൽ പറഞ്ഞ പ്രകാരം
ആ മരങ്ങൾ എല്ലാം എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മരങ്ങളെല്ലാം എടുത്തു മാറ്റി ആ ചളി കുറച്ച് കൈകൊണ്ട് നീക്കം ചെയ്യാൻ പറ്റുന്നതെല്ലാം നീക്കം ചെയ്തു കഴിഞ്ഞാൽ വണ്ടി കാണുമെന്നാണ് അദ്ദേഹവും പ്രതീക്ഷിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന തെരച്ചിലുകളൊക്കെ അതേമാതിരി തന്നെ SDRF ഇന്നലെ കാർവാറിൽ തെരയണ ആ ലോറി പൊക്കിയെടുക്കുന്ന ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ SDRFും NDRFും നേവിയും എല്ലാവരും സംയുക്തമായിട്ട് തന്നെയാണ് തെരയുക. പിന്നെ 3 ക്രെയിന് വരുന്നുണ്ട്. അത് ഇന്നലെ രാത്രി ആ കാർവാറിന്ന് ആ ലോറി എടുത്ത് മാറ്റിയതിന് ശേഷം വരാനുള്ള ചെറിയൊരു കാലതാമസം ഉണ്ടാവും. 3 ക്രെയിനുകളും കരയിൽ നിർത്തിയിട്ട് തരേണ്ടതാണ്. കരയിൽ ഈ 3 ക്രെയിനുകൾ നിർത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അവരാണെങ്കിൽ ആ റോഡ് മുഴുവൻ അതെ റോഡൊക്കെ ടാർ ചെയ്ത് ബാരിക്കേഡൊക്കെ വെച്ച് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഇന്നിപ്പോൾ എങ്ങനെ ഇവര് ജില്ലാധികാരികൾ എങ്ങനെ അതൊക്കെ പൊളിച്ചു മാറ്റുക എന്താന്നുള്ളത് അറിയില്ല. റോപ്പ് ഇട്ടിട്ട് പുഴയിലുള്ള ആ മഡിന്റെ ഇടയിൽ നിന്ന് മരങ്ങളൊക്കെ എടുത്ത് വലിച്ചു കയറ്റും. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഇന്നത്തെ തെരച്ചിൽ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? ഈ ഈശ്വർ മാൽപ്പയും സംഘവും അവിടെ എപ്പോഴേക്ക് എത്തും? ഒപ്പം നേവിയും? തീർച്ചയായും അഭിലാഷ്, ഇന്നും വലിയ പ്രതീക്ഷതയാണ്. നേവിയുടെ സംഘം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മാൽപ്പയും സംഘവും 10 മണിയോടുകൂടി എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. അതായത് ക്രെയിൻ ഇന്ന് 3 ക്രെയിൻ ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ഒരു സ്ഥലമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്താണ് ഈ ലോറിയുടെ കയർ കണ്ടെത്തിയ ഒരു സ്ഥലം. അവിടെയാണ് ഇന്ന് തെരച്ചിൽ നടത്തുക. പ്രധാനമായും അവിടെ കുറെ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് നേവിയുടെ പരിശോധനയിൽ. ആ വസ്തുക്കളൊക്കെ വലിച്ച് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുക. ആ ഏറ്റവും വലിയ ആഘാതമുണ്ടായത് ആ പ്രദേശത്ത് തന്നെയാണ്. അതിന് തൊട്ട് സമീപത്താണ് ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബം 5 പേരാണ് മരിച്ചിരുന്നത്. ആ കുടുംബത്തെ അപകടപ്പെട്ട സ്ഥലത്തിന്റെ തൊട്ട് പിന്നിലാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. ആ പ്രദേശത്ത് കൂടുതൽ വസ്തുക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് നേവിയുടെ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടത്തുക. ഏതായാലും NDRFും SDRFിനെയും സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് പുറമെ ഫയർഫോഴ്സും ഉണ്ടാകും. ഈശ്വർ മാൽപ്പ 10 മണിയോടുകൂടി എത്തും. എന്തായാലും പ്രധാനമായും ഈശ്വർ മാൽപ്പ ഇന്നലെ ഒരു ദൌത്യം ഏറ്റെടുത്തിരുന്നു. അതായത് കാർവാറിൽ കാളി നദിക്ക് കുറുകെയുള്ള ആ പാലം തകർന്ന് ഒരു ലോറി പുഴയിലേക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ലോറി ഉടമ കഴിഞ്ഞ ദിവസം ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചതാണ്. ലോറി പുറത്തേക്ക് എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ ഒരു ഇടവേള ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ മാൽപ്പ ആ ഒരു ദൌത്യവുമായി പോവുകയും വൈകിട്ടോടുകൂടി ആ ലോറി കരക്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഏറെ വൈകിയാണ് ഇന്നലെ മാൽപ്പ ഈ ശിരൂരിലേക്ക് തിരിച്ചെത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹം വൈകുന്നത്. 10 മണിയോടുകൂടി തന്നെ അദ്ദേഹം എത്തും, തെരച്ചിൽ ആരംഭിക്കും. ഏതായാലും നേവി ഇവിടെ എത്തിക്കഴിഞ്ഞു. അവർ ഈ തെരച്ചിലിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് കൂടുതൽ മുങ്ങൽ വിദഗ്ധർ ഇന്ന് എത്തുന്നുണ്ട്. അവരെയും കൂടി ഇന്ന് പ്രയോജനപ്പെടുത്തി കൂടുതൽ ഇടങ്ങളിലേക്ക് ഇപ്പോൾ മാർക്ക് ചെയ്ത ആ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്തിന് പുറമെ മറ്റ് ഇടങ്ങളിലൂടെ, അതായത് റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ അദ്ദേഹം കണ്ടെത്തിയ മാർക്ക് 4 അവിടെ കൂടി ഇന്ന് പരിശോധന നടത്താനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആ സ്ഥലം കേന്ദ്രീകരിച്ചും ഇന്ന് ഒരു സംഘം തെരച്ചിൽ നടത്തും. ഏതായാലും നേവി ഇന്നുണ്ട്, അതുപോലെ തന്നെ മാൽപ്പയുണ്ട്. ആ സംഘങ്ങളെല്ലാം തന്നെ പരമാവധി ഈ അടിയിലുള്ള താഴെയുള്ള പുഴയുടെ ആഴങ്ങളിലേക്കുള്ള വസ്തുക്കൾ കണ്ടെത്തുക, ലോറി കൃത്യമായി കണ്ടെത്തുക, ഇതാണ് ഇന്ന് പ്രധാനമായും നടക്കുക. ഏതായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഇന്നലെ രാത്രിയൊക്കെ വലിയ തോതിൽ മഴ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. പക്ഷേ വെള്ളത്തിന്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു കലക്ക് ഈ വെള്ളത്തിൽ വന്നിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായത്ര തെളിച്ചം ഈ വെള്ളത്തിനില്ല. ഏതായാലും അതൊന്നും ഈ രക്ഷാ ദൌത്യത്തിന് തടസ്സമാകില്ല എന്നാണ് അല്പസമയം മുമ്പ് നേവിയുടെ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. പുഴയുടെ അടിയൊഴുക്ക് ഏതായാലും കഴിഞ്ഞ ദിവസത്തിനേക്കാളും കുറഞ്ഞിട്ടുണ്ട്. വരും സമയങ്ങളിൽ വെള്ളത്തിനൊരു തെളിച്ചം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് തെരച്ചിൽ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ സംഘങ്ങൾ ഈ ആഴങ്ങളിലേക്ക്, പുഴയുടെ ആഴങ്ങളിലേക്ക് പോകുന്നത്. പ്രധാനമായും ഇന്ന് ആ കയർ ലഭിച്ച ലോറിയുടെ അർജുൻ മരത്തിനായി കെട്ടിയിരുന്ന കയർ ലഭിച്ച ആ സ്ഥലം, അവിടെ കൂടുതൽ വസ്തുക്കൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നേവിയുടെ തെരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ, ആ വസ്തുക്കളൊക്കെ പുറത്തേക്ക് എടുക്കുക, അതാണ് ഇന്ന് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മരണം നടന്ന, ഈ അപകടത്തിൽ മരണം നടന്ന ഒരു സ്ഥലവും അവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. ഏതായാലും കാലാവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതായത് ബൈജു, ഇപ്പോൾ ഈ നമ്മുടെ ക്യാമറ പാൻ ചെയ്യുമ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളുണ്ട്, ഇതൊക്കെ ഇപ്പോൾ ഒരു പരിധിവരെയൊക്കെ മലയാളികൾക്ക് പരിചിതമായി മാറിയ ഒരു പ്രദേശം കൂടിയാണ്. അവിടെ ഇപ്പോൾ ഈ മൺതിട്ടകൾ കൂടുതലായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് അവിടുത്തെ വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
ഈ നിലയിൽ, അതായത് ഈ ഇന്നലെ നടത്തിയ, അല്ലെങ്കിൽ ഇന്നലെ പരിശോധന ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഈ കയർ കണ്ടെത്തുകയും ലോറി ഭാഗങ്ങൾ അത് അർജുൻ്റേതല്ല എന്ന തരത്തിലാണ് മനാഫും ഒക്കെ പറഞ്ഞതെങ്കിൽ പോലും ഈ മൺതിട്ടയിൽ അല്ലെങ്കിൽ മണ്ണിൽ അങ്ങനെ പൂണ്ട് കിടക്കാനുള്ള സാധ്യത ആ നിലയിലൊക്കെ തന്നെയാണോ ഇപ്പോഴും ഈശ്വർ മാൽപെ പറയുന്നത്? ഒപ്പം ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നന്നായി കുറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ അടിയൊഴുക്കുണ്ടോ എന്ന് നമുക്കറിയില്ല, അത് തെരച്ചിൽ നടത്തുന്നവർക്കേ അറിയാൻ സാധിക്കുള്ളൂ. എങ്കിലും അതെല്ലാം പ്രതീക്ഷ നൽകുന്നുണ്ടോ? തീർച്ചയായും അഭിലാഷേ, 2 നോട്ട്സാണ് നിലവിൽ അടിയൊഴുക്ക്. മാത്രമല്ല അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൺതിട്ടകൾ, അത് ആ പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഇത്തരത്തിൽ നടത്താനാണ് ഡ്രഡ്ജർ കൊണ്ടുവരുന്നത്. അത് തിങ്കളാഴ്ചയോടുകൂടി ഗോവയിൽ നിന്നും ഇവിടെ എത്തിക്കും. അതോടുകൂടി കുറച്ചുകൂടി വേഗത ഈ തെരച്ചിൽ കൈവരിക്കും. മാത്രമല്ല അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെളിയിൽ പൂണ്ട നിലയിലാണ് ഈ ലോറി ഉള്ളത്. ആ ലോറിയുടെ മുകളിലുള്ള മണ്ണും ചെളിയും ഒക്കെ മാറ്റേണ്ടതുണ്ട്. അതിനാണ് ഈ ഡ്രഡ്ജറിന്റെ ഒരു ആവശ്യം വരുന്നത്. 50 ലക്ഷം രൂപ ജില്ലാ ഭരണകൂടം മുടക്കിയാണ്, ആ ചെലവ് ഇട്ടാണ് ഈ യന്ത്രം ഇവിടെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ആ മൺതിട്ടകളൊക്കെ അവിടെയൊക്കെ പരിശോധന നടത്താനുള്ള, നിലവിൽ മുങ്ങൽ വിദഗ്ധർക്ക് ആ ഭാഗത്തേക്ക് അധികം പരിശോധന നടത്താൻ പറ്റുന്നില്ല. പ്രധാനമായും അവിടെ ഒരുപാട് വസ്തുക്കളുണ്ട്. ആ ടവറിന്റെ അവശിഷ്ടങ്ങൾ, ഒപ്പം ഈ കടയിലുണ്ടായിരുന്ന ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കടയിലുണ്ടായിരുന്ന ഇരുമ്പ് ഷീറ്റും, അത്തരത്തിൽ നിരവധി വസ്തുക്കളുണ്ട്. അത് ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. അവിടെ മുങ്ങൽ വിദഗ്ധർക്ക് വലിയ തോതിൽ തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല. ആ മേഖലകളാണ് ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത ആ പ്രദേശമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മൺതിട്ട. നേരത്തെ ഈ മൺതിട്ടകളൊന്നും നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അത്രത്തോളം പുഴയിലെ ജലനിരപ്പ് ഉയർന്ന ഒരു നിലയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് 6 മൺതിട്ടകൾ കൃത്യമായി നമുക്ക് കാണാം. ഇന്നലത്തേന് സമാനമായി തന്നെ ഏതെങ്കിലും തരത്തിൽ ജലനിരപ്പ് ഉയർന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്നലത്തേന് സമാനമായ അവസ്ഥ തന്നെയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചെന്നോ അത്തരത്തിലുള്ള ആശങ്കകളൊന്നുമില്ല. ഏറ്റവും പ്രധാനം ആ മൺതിട്ടകൾ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന മൺതിട്ടകൾ, അത് അവിടുന്ന് ഇളക്കി മാറ്റി പരിശോധന നടത്തേണ്ടത് ഉണ്ട് എന്ന് തന്നെയാണ് രക്ഷാദൌത്യ സംഘാംഗങ്ങൾ പറഞ്ഞത്. പ്രത്യേകിച്ച് മാൽപ്പയും പറഞ്ഞത്. ആ പ്രദേശത്ത് വലിയ തോതിൽ തെരച്ചിൽ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം, ഒരു ഘട്ടത്തിൽ മാൽപ്പെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ഇരുമ്പ് ഷീറ്റിൽ കുടുങ്ങി അദ്ദേഹത്തിന്റെ റോപ്പ് ഇളക്കി മാറ്റി. പിന്നീട് നേവിയുടെ സംഘമാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വലിയ പരിശോധന മുങ്ങൽ വിദഗ്ധരുടെ അതിനുശേഷം നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അതിനുശേഷം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കടയുടെ തൊട്ട് പിറകിൽ കൂടുതൽ മൺതിട്ടകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം. പക്ഷെ അവിടെ അടിയിൽ വലിയ തോതിൽ ഈ മലയുടെ മുകളിൽ നിന്ന് പൊട്ടിവന്ന ഒരുപാട് മരങ്ങൾ ആ ഭാഗത്തുണ്ട്. ഒപ്പം ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന അവരുടെ കടയിലുണ്ടായിരുന്ന വലിയ 2 ആൽമരങ്ങൾ, അതും അവിടെയുണ്ട്. ഒരു പക്ഷേ ഈ ലോറിക്ക് ഏറ്റവും മുകളിലായി ഒരുപാട് മരങ്ങളുണ്ട്. ആ മരങ്ങളൊക്കെ നീക്കുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനായാണ് ഈ ക്രെയിൻ പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ബെൽറ്റിട്ട്, ആ ഒരു മാർക്ക് ചെയ്ത് ബെൽറ്റിട്ട് അവിടെ ഒരു കൃത്യമായ ഒരു സ്ഥലം നേവി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ, ആ വസ്തുക്കളൊക്കെ മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു ശ്രമമായിരിക്കും ഇന്ന് നടക്കുക. അതിനാണ് ഇന്ന് ഈ ക്രെയിൻ പോലുള്ള സംവിധാനങ്ങളും ഇന്ന് എത്തിച്ചിട്ടുള്ളത്. ആ വസ്തുക്കളൊക്കെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സ്ഥലത്തിനിടയിൽ തന്നെ ഒരു ലോറി ഉണ്ടായേക്കാമെന്ന ഒരു വിലയിരുത്തലുമുണ്ട്. എന്തായാലും ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ നടക്കുന്നത്. അതിന് കൂടുതൽ ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ കൊണ്ടുവരുന്നു. ഏതായാലും ഇന്നലെ ഒരു ദിവസം ഇടവേള എടുത്തിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അതേ സംഘങ്ങൾ, അത്ര തന്നെ സന്നാഹങ്ങൾ ഇന്നുണ്ടാവും. അതിന് പുറമെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരും ഇന്നെത്തുന്നത്. 6ഓളം മുങ്ങൽ വിദഗ്ധർ ഇന്നുണ്ടാകുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും 10 മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കും. നേവിയുടെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, ഇന്നത്തെ ദിവസം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോകുന്നത്. കാരണം ഇന്ന് ഈശ്വർ മാൽപെയും അതോടൊപ്പം തന്നെ നേവിയും പരിശോധന നടത്തുന്നുണ്ട്. തിങ്കളാഴ്ചയോടുകൂടിയാണ് ഡ്രഡ്ജിംഗ് സംവിധാനമടക്കം എത്തിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന നടത്തുന്നത്. ഇന്നത്തെ വാർത്താദിനം നമുക്ക് ഈ വാർത്ത തുടരേണ്ടതായി വരും എന്നതിൽ തർക്കമില്ല. അർജുനെ തേടി മാത്രമല്ല ഈ പരിശോധന നടത്തുന്നത് എന്നും പ്രേക്ഷകർക്കറിയാം. അതുകൊണ്ട് തന്നെ ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ ജഗന്നാഥിൻ്റെ കുടുംബത്തിനോട് കർണാടക സർക്കാരിൻ്റെ അവഗണനയുണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. അർജുനു പുറമെ ജഗന്നാഥിനെയും ലോകേഷിനെയുമാണ് ഇനി കണ്ടെത്താനുള്ളത്. നഷ്ടപരിഹാരമോ സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയോ ഇവർക്ക് നൽകിയിട്ടില്ല എന്നാണ് ആക്ഷേപം. ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ ജഗന്നാഥിന്റെ കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ ന്യൂസ് 18 അവരുടെ വീട്ടിലെത്തി അവരുടെ കുടുംബാംഗങ്ങളെ കാണുകയാണ്. എന്തായാലും ആദ്യം തന്നെ ജഗന്നാഥിന്റെ ഭാര്യ, അവരോട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ಏನಾಯ್ತು ഇപ്പോൾ ഇത് ಜಗನ್ನಾಥನೆ ಏನು ಇದುಂದಾ? ಅದನ್ನ ಬೆಳಿಗ್ಗೆ ಚಾ ಕುಡ್ಕೊಂಡು ಹೋಗಿದ್ರು. ಆಮೇಲೆ 8:40 ಸುಮಾರಿಗೆ ಗೊತ್ತಾಯ್ತು ನಮ್ಗೆ ಹೀಗಾಗಿದೆ ಅಂದೆ. ನಾವು ಹೋಗಿ ನೋಡೋ ತನಕ ಏನೂ ಇಲ್ಲ, ಎಲ್ಲ ನೆಲಸಮ ಆಗ್ಬಿಟ್ಟಿದ್ರು.
ಆಮೇಲೆ ಅದೇ ಇನ್ನೂ ಬಾಡಿ ಸಿಗಲಿಲ್ಲ. ಇಷ್ಟು ದಿನ ಈಗ 1 ತಿಂಗಳಾಯಿತು. ಹುಡುಗಿ ಕೊಡ್ತೀನಿ, ಇನ್ನೂ ಆಗಲಿಲ್ಲ. ಅದೇ ನಮ್ಗೆ ಸ್ವಲ್ಪ ಬೇಜಾರ, ಇನ್ನೂ ಸಿಗಲಿಲ್ಲಲ್ಲ ಬಾಡಿ ಅನ್ಕೊಂಡು. ಅವ್ರದ್ದೊಂದು ಎಲ್ಲಿಗಾದ್ರೂ ಸಿಕ್ಕಿದ್ರೆ ಅದರನ್ನಾದರೂ ನಾವೇನಾದ್ರು ಮಾಡ್ತಿದ್ರು, ಅದು ಸಿಗಲಿಲ್ಲ. ಅದಕ್ಕೆ ತುಂಬ ಬೇಜಾರದಲ್ಲಿದ್ದೀವಿ ನಾವು. അതെനോ അതോടൊപ്പം തന്നെ മകൾ ജഗന്നാഥന്റെ മകൾ ഋതിക കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഋതിക, ഹൗ മച്ച് ഹോപ്പ് യു ഹാവ്? We'll believe, sir. We'll get any identity of our father. Government is trying. We'll get anything. We'll see. We are believing our MLA, sir. Did you get any money from the Karnataka government? No, sir. We didn't get anything from government, Karnataka government. Did they offer any job or anything? They told first. They told they will give job. Now, no news, sir. We given documents also. Our sister documents we given for AC office, Kumta. They told now we are not having any job. After we'll see. Like that they told, sir. How much members now you have? Now 4 members. My mother and my 3. We 3, sir. 3 sisters. ಮಾತಾಡ್ದ ಇದು ಕಾರ್ಯಾಚರಣೆ ಮುಂದುವರಿಸಬೇಕು. ನಮ್ಮಪ್ಪನ ಬಾಡಿ ಏನಾದರೂ ಹುಡುಕಿ ಕೊಡಬೇಕು. ಕಾರ್ಯಾಚರಣೆ ನಿಲ್ಲಿಸಬಾರದು, ಮತ್ತೆ ಮುಂದುವರಿಸ್ತಾ ಇರಬೇಕು. അതാണ് അവർ ഇപ്പോഴും ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കഴിയുന്നത്. ഇവർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഇവർക്ക് ഒരു ജോലി നൽകാമെന്ന ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, അതും ഇതുവരെ നടപ്പായിട്ടില്ല. ഇപ്പോഴും ആ കുടുംബം 20 വർഷമായി ഈ ലക്ഷ്മണന്റെ ചായക്കടയിൽ ജോലി ചെയ്തിരുന്ന ആ കുടുംബം അവർ അത്താണി ആകെ ഈ ലക്ഷ്മണന്റെ കടയിൽ നിന്നും കിട്ടുന്ന ജഗന്നാഥിന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ 3 മക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും കഴിഞ്ഞിരുന്നത്. ഏതായാലും ഇവർക്ക് ഇപ്പോൾ ഉപജീവന മാർഗം ഒന്നും തന്നെയില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അതായത് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെട്ട് ഇവർക്ക് ഒരു ജോലി അടിയന്തരമായി നൽകേണ്ടിയിരിക്കുന്നു. ഒപ്പം ജഗന്നാഥനെ ഈ കണ്ടെത്താനുള്ള ശ്രമം, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്താനുള്ള ഒരു വഴി സർക്കാർ ഉണ്ടാക്കി തരണമെന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഇവർ ആ ദുരന്ത ഭൂമിയിൽ ഇത്തരത്തിൽ നിസ്സഹായതയോടെ കാത്തു നിൽക്കുന്ന ആ രംഗം. അർജുനൊപ്പം തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരാണ് ഈ കന്നഡികരായ ലോകേഷും അതുപോലെ തന്നെ ജഗന്നാഥും. അവരെയും കണ്ടെത്തി കൊടുക്കണം, അവരുടെ കുടുംബത്തിന് ഒരു കൈത്താങ്ങാകാൻ സർക്കാരും രംഗത്ത് വരണമെന്ന് തന്നെയാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലെങ്കിലും കർണാടക സർക്കാർ അതിന് മുൻകൈയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശിരൂരിൽ നിന്നും കെ വി ബൈജു, ന്യൂസ് 18. ശിരൂരിൽ നിന്നുള്ള സാഹചര്യം ഇതാണ് എങ്കിൽ വയനാട്ടിലെ തെരച്ചിലിന്റെ ഒരു ഘട്ടം ഇന്ന് അവസാനിക്കുകയാണ്. വളരെ പെട്ടെന്ന് ആ വാർത്തയിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കൊൽക്കത്തയിലെ യുവ ഡോക്ടറിന്റെ കൊലപാതകം എന്നത് ദേശീയ തലത്തിൽ തന്നെ ഞെട്ടലുണ്ടാക്കിയ ഒന്നാണ് എങ്കിൽ അതിന് പിന്നാലെ ഇപ്പോഴിതാ ഉത്തരാഖണ്ഡിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന നേഴ്സിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നതാണത്. ഉത്തരാഖണ്ഡിലെ സിംഗ് നഗറിലാണ് രാജ്യത്തെ നടുക്കിയ ക്രൂര പീഡനം നടന്നത്. കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. രാകേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാകേഷ്, ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഈ മൃതദേഹം ലഭിച്ചത് ഉത്തർപ്രദേശിൽ നിന്നാണ്, പ്രതിയെ പിടികൂടിയത് രാജസ്ഥാനിൽ നിന്നാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ടല്ലോ, അതൊക്കെ സ്ഥിരീകരിക്കാവുന്നതാണോ രാകേഷ്? അഭിലാഷ്, ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ, ബലാത്സംഗ കൊലപാതകത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് മറ്റൊരു ക്രൂര പീഡനത്തിന്റെ വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സമാനമായ സംഭവം തന്നെയാണ് ഉത്തരാഖണ്ഡിലും ഉണ്ടായിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഉദ്ധം സിംഗ് നഗറിൽ വെച്ചാണ് നേഴ്സിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. അതായത് കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ 2 പ്രദേശങ്ങളും, അതായത് ഉദ്ധം സിംഗ് നഗറിലെ ആശുപത്രിയിലാണ് ഈ നേഴ്സ് ജോലി ചെയ്തിരുന്നത്. ഈ ജോലി കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു നേഴ്സ്. രാംപൂർ ജില്ലയിലായിരുന്നു അവരുടെ വസതി. ഈ 2 സംസ്ഥാനങ്ങളാണെങ്കിൽ പോലും അയൽ ജില്ലകളാണ് രാംപൂരും ഉദ്ധം സിംഗ് നഗറും. അങ്ങനെ സമീപ പ്രദേശത്തുള്ള, അതായത് ഉദ്ധം സിംഗ് നഗറിൽ തന്നെയുള്ള ഒരാൾ ഇവരെ പിന്തുടരുകയും പിന്നീട് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗത്തിനിരയാക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം, അതായത് 31-ാം തീയതി തന്നെ സഹോദരി ഇവരെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് 8-ാം തീയതി രാംപൂരിൽ ഇവരുടെ വീടിനോട് അടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ ഒരു കുറ്റിക്കാട്ടിൽ ഈ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. നഴ്സ് ബലാത്സംഗത്തിനിരയായി എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ യുവതിയുടെ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുടെ ഫോൺ രാജസ്ഥാനിലാണ് ഉള്ളത് എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് CCTV ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവർ നടത്തിയ തെരച്ചിലാണ് രാജസ്ഥാനിൽ നിന്ന് ഈ പ്രതിയെ പിടികൂടുന്നത്. ബറൈലി സ്വദേശിയായ ധർമ്മേന്ദ്ര കുമാറാണ്
ഇത്തരത്തിൽ ക്രൂരപീഡനം നടത്തിയത്, നഴ്സിനെ ബലാത്സംഗത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് കൂടുതൽ പേർ ഈ സംഭവത്തിൽ ഇല്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. മാത്രവുമല്ല, ഇയാൾ മയക്കുമരുന്ന് അടിമയാണെന്ന് കൂടി ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാജ്യത്താകമാനം വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. IMA അടക്കം നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. അതിനിടയിലാണ് ഉത്തരാഖണ്ഡിലും കൊൽക്കത്തയിൽ സംഭവിച്ചതുപോലെ സമാനമായ സംഭവം, ക്രൂരപീഡനം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒപ്പം ഈ പശ്ചിമ ബംഗാളിൽ രാകേഷ് സൂചിപ്പിച്ചു കഴിഞ്ഞ് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് എന്നത്. ആ പ്രതിഷേധത്തിനപ്പുറത്ത് ഇപ്പോൾ ഈ കൂടുതൽ പ്രതികളുണ്ട് എന്ന നിലപാടാണല്ലോ ഈ ഡോക്ടറിന്റെ കുടുംബം സ്വീകരിച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകളെയൊക്കെ ചോദ്യം ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നതും. അങ്ങനെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ പശ്ചിമ ബംഗാളിലെ യുവ ഡോക്ടറിന്റെ മരണവുമായി ബന്ധപ്പെട്ട്? നിലവിൽ ഒരാളാണ് അറസ്റ്റിലുള്ളത്. എന്നാൽ അങ്ങനെയല്ല, കൂടുതൽ പ്രതികളുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത്തരത്തിൽ ക്രൂരപീഡനം നടത്താൻ സാധിക്കില്ല. ഈ സംഘത്തിൽ മറ്റാളുകളുണ്ട് എന്ന് കുടുംബം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ CBI സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. CBI സംഘം ഇപ്പോഴും കൊൽക്കത്തയിൽ തന്നെയാണുള്ളത്. ഈ ആശുപത്രിയിലെ RG-കർ ആശുപത്രിയിലെ 5 ഉദ്യോഗസ്ഥരെ, ഡോക്ടർമാരെ അടക്കം ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, നേരത്തെ ഈ കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് സ്റ്റേഷനിലെ SHOയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫയലുകളും ഇതിനോടകം തന്നെ CBI വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും CBI സംഘം വ്യക്തമാക്കുന്നത് കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കും, അന്വേഷണം പുരോഗമിക്കുമെന്നാണ് CBI വ്യക്തമാക്കുന്നത്. പക്ഷേ മറുവശത്ത് പ്രതിഷേധം തുടരുകയാണ്. പ്രത്യേകിച്ച് IMA നാളെ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂർ, അതായത് 6 മണി മുതൽ 24 മണിക്കൂർ പണിമുടക്ക് എന്ന പ്രഖ്യാപനത്തിലേക്കാണ്, പ്രതിഷേധത്തിനാണ് ഇപ്പോൾ IMA ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അവശ്യ സർവീസുകൾ ഉണ്ടായിരിക്കില്ല, അവശ്യ സർവീസുകൾ തടസ്സപ്പെടില്ല. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ OP ഒപ്പം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകളൊക്കെ തന്നെ തടസ്സപ്പെടും എന്നാണ് IMA അറിയിച്ചിരിക്കുന്നത്. IMA ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വാദം അല്ലെങ്കിൽ കാര്യം, ഈ സുരക്ഷ ഒരുക്കാനുള്ള അതിനുള്ള നിയമ ഭേദഗതി, അതിന് കേന്ദ്രം തയ്യാറാകണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സേഫ് സോണായി ആശുപത്രികളെ പ്രഖ്യാപിക്കണം. പ്രത്യേകിച്ച് വിമാനത്താവളങ്ങൾ, ഒപ്പം തന്നെ എയർപോർട്ടുകൾ, എയർ ഹോസ്റ്റസ്മാർ തുടങ്ങിയവരെയൊക്കെ തന്നെ അതിക്രമം ഉണ്ടാകുമ്പോൾ കൃത്യമായ നടപടിയുണ്ട്. പക്ഷേ ഡോക്ടർമാരുടെ സുരക്ഷ ഡോക്ടർമാരെ തന്നെ നോക്കണമെന്ന കാര്യം അത് അംഗീകരിക്കാൻ കഴിയില്ല. നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പാണ് ഇപ്പോൾ IMA ഏതായാലും നൽകിയിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഇതാണ് എങ്കിൽ കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലും ഡോക്ടർമാർ സമരം ചെയ്യുകയാണ്. PG ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുമാണ് സമരം നടത്തുന്നത്. OPയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചായിരിക്കും സമരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ ഡോക്ടർമാരുടെ സമരം അത് രോഗികളെ എത്രത്തോളം വലയ്ക്കാൻ സാധ്യതയുണ്ട്? അഭിലാഷ്, കൊൽക്കത്തയിലെ ഏറ്റവും ഈ ക്രൂരമായ നടപടി, അതിന്റെ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് തന്നെയാണ് സംസ്ഥാനത്തും ഇന്നത്തെ പ്രതിഷേധ സമരങ്ങൾ. KGMയുടെ നേതൃത്വത്തിൽ കരിദിനമാണ് ആചരിക്കുന്നത്. അതേസമയം OPകളുടെയും വാർഡുകളിലെയും സേവനം തടസ്സപ്പെടും. കാരണം PG ഡോക്ടർമാരും അതോടൊപ്പം തന്നെ സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും പൂർണ്ണമായും ഇന്ന് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. കാഷ്വാലിറ്റികളുടെ പ്രവർത്തനം, അത്യാഹിത വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യങ്ങളും തടസ്സപ്പെടില്ല. അത് നേരത്തെ തന്നെ ഇത് സംഘടനാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. സീനിയർ ഡോക്ടർമാരുടെ സേവനം കിട്ടും. പക്ഷേ ഇത്രയും നിഷ്ഠൂരമായ ഒരു ബലാത്സംഗം നടത്തുകയും അതിനുശേഷം കൊലപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരുന്നത്. 9:45 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ വലിയ തോതിൽ ഡോക്ടർമാരുടെ പ്രതിഷേധമുണ്ടാകും തന്നെയാണ് ഇന്ന് ഇങ്ങനെ പണിമുടക്കിക്കൊണ്ടുള്ള പ്രതിഷേധവുമായി ഡോക്ടർമാർ മുന്നോട്ട് പോകുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് VV വിനോദ് പങ്കുവച്ചത്. രാജ്യവ്യാപകമായി വലിയ തോതിലുള്ള പ്രതിഷേധം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യുവ ഡോക്ടർ ആണ് അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട് മരണപ്പെട്ടത്. ഇതിൽ രാഷ്ട്രീയ വിവാദവും കൊഴുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ആത്മഹത്യ എന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷമാണ് ബലാത്സംഗ കൊലയെന്ന് വ്യക്തമായത്. ഇപ്പോഴാകട്ടെ അതൊരു കൂട്ട ബലാത്സംഗം ആണ് നടന്നത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതോടൊപ്പം വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടക്കുന്നുണ്ട്. അതിന് പിന്നിൽ രാഷ്ട്രീയമാണ് എന്ന് മമതാ ബാനർജി പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കേരളത്തിൽ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ യുവാവിനെ വെട്ടിക്കൊന്നു. ക്രിമിനൽ കേസിലെ പ്രതിയായ ഷിബിലിയാണ് കൊല്ലപ്പെട്ടത്. VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്തായിരുന്നു ഈ കൊലയ്ക്ക് പിന്നിൽ? ഗുണ്ടാപ്പകയാണോ എന്നതിലൊക്കെ വ്യക്തത വരുന്നുണ്ടോ? പ്രത്യേകിച്ച് ഭീമാപ്പള്ളി പ്രദേശത്ത് ആണ് ഇങ്ങനെയൊരു കൊലപാതകം നടന്നിട്ടുള്ളത്. യുവാവിനെ വെട്ടിക്കൊന്നു എന്നുള്ളതാണ് വിവരം. അതോടൊപ്പം ഈ കൊല്ലപ്പെട്ട ഷിബിലി ക്രിമിനൽ കേസ് പ്രതിയാണ്. തിരുവനന്തപുരം നഗരത്തിൽ അതോടൊപ്പം തലസ്ഥാനത്ത് ഗുണ്ടകൾ വ്യാപകമായി ഉണ്ട്.
ഗുണ്ടാ പക അങ്ങനെയുണ്ട് എന്നതൊക്കെ നേരത്തെ വാർത്തകളിൽ നിറഞ്ഞതാണ്. ഒരു ഇടവേളയുണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് മനസ്സിലാക്കുന്നത് അരുൺ? ഇന്നലെ രാത്രി ഇവർ 3 പേരും സുഹൃത്തുക്കളായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. പക്ഷേ രാത്രി ഇന്നലെ ഇവർ തമ്മിൽ തർക്കമുണ്ടായി. അതിനെ തുടർന്നാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് എത്തിയത്. ഷിബിലി നേരത്തെ ക്രിമിനൽ കേസ് പ്രതിയാണ്. അടുത്തിടെ അവരെ ജയിലിൽ കിടന്നയാളുമാണ്. ഇന്നലെ ഈ 3 പേരും ഇനാദ് ഈ 2 പേരെയാണ് തിരിച്ചറിഞ്ഞത്. ഇയാളെ കൊലപ്പെടുത്തിയെന്ന് പോലീസ് ഇപ്പോൾ കരുതുന്ന 2 പേർ ഇനാസും ഇനാദുമാണ്. ഇവരെ 3 പേരും ഒരുമിച്ച് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അതിനുശേഷം തർക്കം നടന്നു. പിരിഞ്ഞുപോയ ശേഷം 12 മണിയോടെ ഇനാസും ഇനാദും തിരിച്ചെത്തി ഷിബിലിയെ ആക്രമിക്കുകയായിരുന്നു. ആദ്യം വെട്ടിക്കൊലപ്പെടുത്തിയ തരത്തിലായിരുന്നു പോലീസ് ലഭിച്ച വിവരം. പക്ഷേ അത്തരത്തിൽ വെട്ടുകൊണ്ട ആയുധം കൊണ്ടുള്ള മുറിവേറ്റ പാട് ശരീരത്തിലില്ല. ചവിട്ടിയോ അടിച്ചോ കൊന്നതാകാമെന്നാണ് നിഗമനം. പൂന്തുറ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. വിശദാംശങ്ങളാണ് വി അരുൺ നൽകിയത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 18ാം ദിവസത്തിലേക്ക് കടന്നു. ദുരന്ത മേഖലയിൽ അതിശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിലും ഇത് വകവയ്ക്കാതെയാണ് രക്ഷാദൗത്യം തുടരുന്നത്. ചാലിയാറിന്റെ ഇരുകരകളിലും NDRFും അഗ്നിശമന സേനയും SOGയും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. അതേസമയം രക്ഷാദൗത്യം ഇന്ന് ഭാഗികമായി അവസാനിക്കും. ഒരു ഘട്ടം പൂർത്തിയാകും എന്നായിരുന്നു നേരത്തെ മന്ത്രി വ്യക്തമാക്കിയത്. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 18ാം ദിവസമായ ഇന്നും ചാലിയാർ പുഴയുടെ ഇരുകരകളും കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നടക്കുകയെന്നാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും NDRFും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും അഗ്നിശമന സേനയും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നായിരിക്കും മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലകളിലൊക്കെ അതിശക്തമായ മഴ പെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ മൃതദേഹ ഭാഗങ്ങൾ ഒഴുകി ഈ ചാലിയാർ പുഴയുടെ കരകളിലേക്ക് എത്താനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇരു കരകളും അടിയാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് ഇവിടെ വ്യാപകമായ തെരച്ചിൽ നടത്താനാണ് തീരുമാനം. അതോടൊപ്പം തെരച്ചിലിന്റെ ഒരു ഘട്ടം ഇന്ന് പൂർത്തിയാകുകയാണ്. റവന്യൂ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം അതീവ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഈ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, വൈദഗ്ധ്യം നേടിയ ആളുകളെ മാത്രമേ ഇപ്പോൾ തെരച്ചിലിന് ഉപയോഗിക്കാൻ കഴിയുകയുമുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ മുണ്ടക്കി ചൂരൽമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ 196 സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനെയും തെരച്ചിലിന് വേണ്ടി വിന്യസിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരെ മാത്രമേ ഈ അതീവ ദുഷ്കരമായ മേഖലകളിൽ തെരച്ചിലിന് കടത്തിവിടാൻ കഴിയുകയുള്ളൂ എന്ന പശ്ചാത്തലത്തിലാണ് സേനാ വിഭാഗങ്ങളിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ തെരച്ചിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തരത്തിൽ, അതായത് ഈ മാസം തന്നെ പുനരധിവാസം മുഴുവൻ ആളുകൾക്കും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് പുരോഗമിക്കുന്നത്. ഇതിനോടകം തന്നെ 253-ലധികം വാടക വീടുകൾ സർക്കാരിന്റെ തന്നെ മേൽനോട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. 100 സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ 100ഓളം അധിക വാടക വീടുകൾ മറ്റ് സ്ഥലങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലേക്കെല്ലാം ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ പൂർണ്ണമായി പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരും ഉള്ളത്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുരന്തം, സമാനതകളില്ലാത്ത ഒരു രക്ഷാദൌത്യം, ആ രക്ഷാദൌത്യത്തിന്റെ ആദ്യഘട്ടമാണ് ഈ തെരച്ചിൽ 18ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് പൂർത്തിയാകാൻ പോകുന്നത്. തെരച്ചിൽ സാവധാനം അവസാനിപ്പിച്ച് ഇനി പുനരധിവാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുമ്പോൾ ഈ ദുരന്ത മേഖലയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹാവശിഷ്ടങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും DNA ഫലം പൂർണ്ണമായി പുറത്തുവരുന്നതോടെ കാണാതായവരുടെ എണ്ണത്തിൽ കുറവുണ്ടായേക്കും എന്നാണ് IG K സേതുരാമൻ പറയുന്നത്. ചാലിയാറിന്റെ തീരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നടത്തിയ തെരച്ചിലിൽ കണ്ടെടുത്തതിൽ ഏറെയും മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ആയിരുന്നു എന്നാണ് പ്രതികരണം. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ 118 പേർക്ക് വേണ്ടി പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ടാണ് 2 ആഴ്ചയ്ക്കിപ്പുറവും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയുടെ ഇരു കരകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ ദുഷ്കരമായ ശ്രമങ്ങൾക്കിടയിൽ ഈ രക്ഷാദൌത്യം പുരോഗമിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന IG സേതുരാമൻ നമ്മളോടൊപ്പം ചേരുന്നു. സർ, വലിയൊരു സാഹസികമായ ദൌത്യമാണ് ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ഇനി എത്ര ദിവസം ഇങ്ങനെ ഈ തെരച്ചിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് കരുതപ്പെടുന്നത്? അത് നിങ്ങൾ തന്നെ പറയുന്നത് 118 കിട്ടാമെന്ന്. മിസ്സിംഗ് കേസസ് 116. അപ്പോൾ 116 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 52 നമ്മൾ അൺഐഡന്റിഫൈഡ് ബോഡീസ് ഉണ്ട്. അതിന്റെ ജനറ്റിക് പ്രൊഫൈൽ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറയുന്ന പിന്നെയും കുറയും. അതായത് ഇതിനോടകം സംസ്കരിച്ച അജ്ഞാത മൃതദേഹങ്ങളിൽ ചിലത് ഈ കാണാതായവരുടേതാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല, അങ്ങനെയല്ലേ? ഇല്ല, അതായത്
അൺഐഡന്റിഫൈഡ് ഡെഡ് ബോഡീസ് ഉണ്ട്, തിരിച്ചറിയാൻ സാധിക്കാത്ത ബോഡികൾ, മൃതശരീരങ്ങളുണ്ട്. ആ ബോഡികളിൽ നമ്മൾ DNA പ്രൊഫൈൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പറയുന്ന 52 ബോഡികളിലും പറയുന്ന മിസ്സിംഗ് ആയിട്ടുള്ള 116 ഉൾപ്പെടുന്നു. അതുകൂടാതെ നിങ്ങൾ പറയുന്ന 201 ബോഡി പാർട്സ് ഉണ്ട്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞ ഈ 60 ബാക്കിയുള്ള ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെ പരിശോധിക്കാനായിട്ടാണ് DNA പ്രൊഫൈൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് റിസൾട്ട് വന്ന മുറയ്ക്ക് നമുക്ക് കറക്റ്റായിട്ട് എത്ര പേര് ഇനി കാണാതെ പറയാൻ പറ്റും. ഇതിനടുത്ത് നോക്കിയാലും ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബീഹാർ സ്വദേശികളായ 3 പേരും അതോടൊപ്പം ഡോക്ടർ സ്വാതിൻ പാണ്ഡെ ഒഡീഷയിൽ നിന്നുള്ള, അവരെ സംബന്ധിച്ച് ഏതെങ്കിലും സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? അവരുടെ അവരുടെ കമ്പാരിസൺ, അവരുടെ സാമ്പിൾസ് എടുത്തിട്ട് അവരുടെ ക്ലോസ് ബ്ലഡ് റിലേറ്റീവ്സിന് എടുത്തിട്ട് വേണം നമ്മൾ പരിശോധിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു അത് ഇതുവരെ കിട്ടാനുണ്ട്. 3 പേർ അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ സാമ്പിൾസാണ്. സാമ്പിൾസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് ഇങ്ങനെയാണെങ്കിൽ എത്ര ദിവസം ഈ തെരച്ചിൽ ഇനി അങ്ങോട്ട് തുടരും? തെരച്ചിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇന്നലെ രാവിലെ കിട്ടിയത് അനിമലിന്റെ ആയിരുന്നു, ഇന്നലെ കിട്ടിയത് അനിമലായിരുന്നു, പിന്നെ കാട്ടിൽ നിന്ന് കിട്ടിയത് അനിമൽസിന്റെ ആയിരുന്നു. അപ്പോൾ മിക്കത് എനിക്ക് തോന്നുന്നത് പൂർത്തിയായിട്ടുണ്ടെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അതായത് ആളുകളെ ഓൾമോസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് കിട്ടുന്ന ബോഡികളൊക്കെ മൃഗങ്ങളുടെ ബോഡി പാർട്സാണ് കിട്ടുന്നത്. കാരണം അത് നമ്മൾ പരമാവധി സെലക്ഷൻ എടുക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഇടത്തുള്ള ഇരയാൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനായിട്ടും നാട്ടുകാരുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദൂരീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ തെരച്ചിൽ മുന്നോട്ട് പോകും എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം ഇതിന്റെ ഈ കാലാവസ്ഥ അനുസരിച്ചായിരിക്കും ഇതിന്റെ ഭൂമിശാസ്ത്രമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഈ വെള്ളം ഒഴിഞ്ഞു പോയി വെള്ളം ഡ്രെയിനേജ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും പൊങ്ങാൻ സാധ്യത ഉണ്ട്. കാരണം ഒരുപാട് പാർട്സുകളാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഏതായാലും നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ നന്ദി താങ്കളുടെ പ്രതികരണം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഹർജിയിലെ പരിഗണനാ വിഷയങ്ങളിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കും. സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്നതിൽ സർക്കാർ വിശദീകരണം നൽകും. വയനാട് ദുരന്തം സംബന്ധിച്ച് സർവേ ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് നൽകിയേക്കും. ദുരന്തത്തെയും പരിസ്ഥിതി വിഷയങ്ങളെയും സംബന്ധിച്ച അമിക്കസ് ക്യൂറിയും നിലപാടറിയിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉരുൾപൊട്ടൽ ദുരന്തം തകർത്തെറിഞ്ഞത് ചൂരൽമലയെയും മുണ്ടക്കയെയും മാത്രമല്ല, വയനാടിന്റെ വിനോദസഞ്ചാര മേഖലയെ കൂടിയാണ്. പ്രധാന വ്യൂ പോയിന്റുകൾ എല്ലാം അടച്ചിട്ട നിലയിലാണ്. റിസോർട്ടുകളും ടൂർ ടാക്സി ഡ്രൈവർമാരും വഴിയോരത്ത് കച്ചവടം നടത്തുന്നവരുമെല്ലാം ഈ ആഘാതത്തിൽ നിന്ന് എങ്ങനെ കരകയറും എന്നറിയാതെ നിസ്സഹായതയിൽ ആണ്. ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം തകർത്തെറിഞ്ഞത് 2 ഗ്രാമങ്ങളെ മാത്രമല്ല, ഒരു ജനതയുടെ അതിജീവനത്തിന്റെ ജീവനോപാധികളെ കൂടിയാണ്. ഇത് 900 കണ്ടി എന്ന് പറയും. ഇവിടെ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അപ്പുറത്താണ് ചൂരൽമല എന്ന ഈ ദുരന്തം ഉണ്ടായ സ്ഥലം. ഈ വിനോദസഞ്ചാര മേഖല പ്രധാനമായി 900 കണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് ഇവിടെയുള്ള സാധാരണക്കാരിൽ അതിസാധാരണക്കാരായ ഡ്രൈവർമാർ, അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി നോക്കിയിരുന്ന ആളുകളൊക്കെ. ചേട്ടാ, കഴിഞ്ഞ 2-3 ആഴ്ചയായി ഇപ്പോൾ മുഴുവൻ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അവിടെ ഒരു 219 ജീപ്പ് ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അത് ഓരോ ടേൺ അനുസരിച്ച് ഓരോരുത്തർ പോയി വന്ന് അങ്ങനെ ടേൺ അനുസരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും ഒരു തുല്യമായ വേതനം കിട്ടിയിരുന്നു. അതുകൊണ്ട് നല്ല സന്തോഷമായിട്ടാണ് എല്ലാവരും ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് ഇങ്ങനെ വന്ന് അടച്ചു പൂട്ടിയപ്പോൾ മൊത്തത്തിൽ എല്ലാവരും വളരെ പ്രതിസന്ധിയില്ല. അതിലിപ്പോ റിട്ടയർഡ് ഗൾഫിൽ പോയി വട്ടം കറങ്ങി വന്നവനും, റിട്ടയർഡായ ആർമി, അങ്ങനെ ഉദ്യോഗമില്ലാതെ സിവിൽ എഞ്ചിനീയർമാർ വരെ. എന്റെ ഒരു പെങ്ങളെ മോൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ മുണ്ടക്കൽ താമസിച്ചിരുന്ന സിവിൽ എഞ്ചിനീയറാണ്. ജോലിയൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇവിടെ ടാക്സി ഓടാൻ വരും. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, തൊഴിൽ രഹിതരായ ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ ജോലി ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം വീണ്ടും ഒറ്റയടിക്ക് നിന്നിരിക്കുകയാണ്.
അപ്പൊ അതിനെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി തരണം. കാരണം ഇത്രയും ഒരു സംഭവം നടന്നതിന്റെ പേരിൽ ഇത്രയും ഒരു വലിയ മേഖലയിലുള്ള ആളുകൾക്ക് മുഴുവൻ തൊഴിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. എങ്ങനെയായിരുന്നു ഈ സംവിധാനം ഓടിച്ചുകൊണ്ടിരുന്നത്? എല്ലാ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ 219 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 130-140 വണ്ടികളും എന്തായാലും ലോണും കാര്യങ്ങളായിട്ടാണ്. പുതിയ ചെറുപ്പക്കാരാണ് കൂടുതൽ വന്നിട്ടുള്ളത്. നമ്മളൊക്കെ 10-20 വർഷങ്ങളായിട്ട് ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. വേറൊരു തൊഴിലിലേക്ക് പെട്ടെന്ന് മാറാൻ കഴിയാത്ത ഒരു അവസ്ഥയും കൂടിയാണ്. എന്താ വേറെ തൊഴിലെടുക്കാൻ നമുക്ക് അറിയില്ല. ഈ ഡ്രൈവിംഗ് അല്ലാണ്ട് വേറൊരു കാര്യങ്ങളും ചെയ്യാൻ അറിയില്ല. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ അടച്ചിടാനാ പറഞ്ഞിട്ടുള്ളത്. ആ അറിയിപ്പ് എപ്പോൾ മാറും എന്ന് നമുക്ക് ഇതുവരെ പറയാൻ കഴിയില്ല. അപ്പൊ നിങ്ങളുടെ ഉപജീവനം എങ്ങനെയാണ് ഇപ്പോൾ? ഇപ്പം പറഞ്ഞാൽ വളരെ അവസ്ഥയാണ്. ഇപ്പൊ നമ്മള് കടകളിലൊക്കെ എന്ന് പറഞ്ഞാൽ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് സാധനങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അവര് പിന്നീട് തന്നാൽ മതി എന്നുള്ള കണ്ടീഷനിലെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളെ കുടുംബം കഴിയുന്നുണ്ട്. ഇതിങ്ങനെ ഓവറായി കഴിഞ്ഞാൽ അവർക്കും ഒരു പരിധി ഉണ്ടാവില്ല നമുക്ക് സാധനങ്ങളും മറ്റുള്ള കടങ്ങളൊക്കെ തരുന്നതിന്. ആ ഒരു റിസോർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആരാണ്? നസീം. നസീമെ, എത്ര ദിവസമായി ഇത് തുറന്നിട്ട് നിങ്ങളുടെ സ്ഥാപനം? 17-20 ദിവസമായിട്ട് ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. ഇവിടെ എത്ര റിസോർട്ടുകളുണ്ട് ഈ മേഖലയിൽ? ഇവിടുന്ന് താഴത്തുനിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 23ഓളം പ്രോപ്പർട്ടി ചെറുതും വലുതുമായിട്ടുണ്ട്. എല്ലാവരും ടൂറിസം ബേസ് ചെയ്ത് ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നവരും അല്ലാത്തതുമായി സ്റ്റേ ചെയ്ത് വരുന്നവരും ഒരുപാട് പേര് ഇപ്പോൾ വീക്കെൻഡ്സ് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് വരും. അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ആവറേജ് രീതിയിലാണ് ഗസ്റ്റുകളുടെ ഒരു ഫ്ലുവൻസി. ഇല്ലില്ല, തുറക്കുന്നില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച മുതലൊന്ന് തുറന്നേ ഉള്ളൂ. ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചായക്കടയായിരുന്നോ അതോ? ഈ ഡ്രൈവർമാർക്കൊക്കെ എല്ലാം ഫുഡ് ഉണ്ടാക്കി കൊടുത്തത് ഞാനായിരുന്നു. ഇവിടെ ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് സമീപ സ്ഥലങ്ങളിലെയും വയനാട്ടിലെ മറ്റ് പ്രദേശങ്ങളിലെയും വിനോദസഞ്ചാര മേഖലകൾ ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിൽ ഏതാനും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടുത്ത ദിവസം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ തുറക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിമാരുടെ ഉപസമിതി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമായാൽ മാത്രമേ അതിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരിൽ ഏതാനും പേർ മാത്രമാണ് അവർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. പ്രകൃതിക്ഷോഭങ്ങളെ സംബന്ധിച്ച കൃത്യമായ മാനദണ്ഡങ്ങൾ അത് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാര മേഖലകൾ ഭാഗികമായെങ്കിലും തുറന്നു പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയില്ല എങ്കിൽ നമുക്ക് മുമ്പിൽ ഇത്തരത്തിൽ സഹായഹസ്തം നീട്ടിയെത്തിയ നിരവധി ആളുകളുണ്ട് ഈ ദുരന്ത മേഖലകളിൽ. അവരുടെയൊക്കെ ജീവിതം ഇനി അങ്ങോട്ട് പ്രതിസന്ധിയിലാകുന്ന ദുരിതപൂർണമായ കാഴ്ചകൾക്ക് കൂടി മേപ്പാടിയും പരിസരവും സാക്ഷ്യം വഹിക്കേണ്ടി വരും. ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അന്താരാഷ്ട്ര തലത്തിൽ വാർത്തകൾ പരിശോധിക്കുമ്പോൾ എംബോക്സ് വ്യാപനം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് പുറത്തേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വീഡനിൽ ആണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അണുബാധ ആശങ്കാജനകമാണ് എന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്ത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ തോതിൽ ആണ് ഇത് പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനു പുറമെ ആണ് ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് പുറത്തേക്ക് ഈ രോഗവ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഇന്നാണ് നടക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. മമ്മൂട്ടി, പൃഥ്വിരാജ്, ഉർവശി, പാർവതി എന്നിവർ ആണ് മികച്ച അഭിനേതാക്കൾക്ക് ഉള്ള അവസാന പട്ടികയിൽ. തിരക്കഥാകൃത്തും സംവിധായകനുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര നിർണ്ണയം നടത്തുന്നത്. ഒപ്പം 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനവും ഇന്ന് ഉണ്ടാകും. വൈകിട്ട് 3-നാണ് പ്രഖ്യാപനം. 2022 പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്. അതിലും മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ആണ് മുൻനിരയിൽ നിൽക്കുന്നത്. ഹരികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഹരികൃഷ്ണൻ, 2 പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടായേക്കാം. ഒരുപക്ഷെ അപൂർവമായൊരു നേട്ടത്തിലേക്ക് മമ്മൂട്ടി എത്തുമോ എന്നെല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ?
തീർച്ചയായും അത് തന്നെയാണ്. കാരണം അപൂർവമായ ഒരു റെക്കോർഡിലേക്ക് മമ്മൂട്ടി എത്തുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളി ലോകം നിൽക്കുന്നത്. കാരണം ഇന്ന് തന്നെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരവും പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ രണ്ട് പുരസ്കാരത്തിലും മുന്നിട്ട് നിൽക്കുന്നത് മമ്മൂട്ടിയാണെന്ന് പറയേണ്ടി വരും. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. കാന്താര എന്ന ചിത്രത്തിലൂടെ ഋഷഭ് ഷെട്ടിയും റോഷാക്ക് നൻപകൽ നേരത്തെ മയക്കം എന്നീ രണ്ട് ചിത്രങ്ങളിലൂടെ മമ്മൂട്ടിയും തുല്യമായി മത്സരിച്ച് മുന്നേറുകയാണ്. ഇതിൽ ആര് വിജയിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലാണ് മത്സരം. മമ്മൂട്ടി ഈ രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും ഈ മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരു റെക്കോർഡായിരിക്കാം. കാരണം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിക്കുകയാണെങ്കിൽ മമ്മൂട്ടി ആയിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുന്ന മികച്ച നടൻ ആവുന്നത് മമ്മൂട്ടി എന്നൊരു റെക്കോർഡും കൂടി സൃഷ്ടിക്കപ്പെടാനൊരു സാധ്യതയും കൂടിയുണ്ട്. പക്ഷേ കണ്ണുകൾ ദേശീയ അവാർഡിലേക്കാണ്. അതിൽ മലയാളികൾക്ക് സന്തോഷിക്കാൻ വകയുണ്ടോ? മമ്മൂട്ടിക്ക് റോഷാക്കിലൂടെയും നൻപകൽ നേരത്തിൽ മയക്കം എന്ന ചിത്രത്തിലൂടെയും അവാർഡ് നേടാൻ സാധിക്കുമോ എന്നുള്ളതും അറിയേണ്ടതാണ്. നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയിലൂടെ കഴിഞ്ഞ തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു. അതേ തിളക്കം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലേക്ക് മമ്മൂട്ടിക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഉർവശിയും പാർവതിയും ഇരുവരും തുല്യമായി മത്സരിക്കുകയാണ്. ഉള്ളൊഴുക്ക് എന്ന സിനിമയിൽ ഇരുവരും അവരുടെ പ്രകടനത്തിന്മേലാണ് അവാർഡുകൾ ഉറപ്പിക്കാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ, പ്രത്യേകിച്ച് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലുമായിക്കോട്ടെ ദേശീയ തലത്തിലുമായിക്കോട്ടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ രണ്ടിടത്തും കാണാൻ സാധിക്കും. മികച്ച ചിത്രമായി ദേശീയ പുരസ്കാരത്തിൽ സംബന്ധിച്ചിടത്തോളം 12th ഫെയിൽ എന്ന സിനിമ, പ്രത്യേകിച്ച് ഒരു പോപ്പുലർ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു 12th ഫെയിൽ. വിക്രം മാസ്രയുടെ ചിത്രമാണ് 12th ഫെയിൽ. 12th ഫെയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരു സാധ്യതയും കൂടി ഇത്തവണത്തെ ദേശീയ അവാർഡിൽ കണക്കാക്കപ്പെടേണ്ടതുണ്ട്. നമ്മൾ കാന്താര എടുത്തു നോക്കുകയാണെങ്കിൽ 2022 സെപ്റ്റംബർ 30 റിലീസായ കാന്താര ഒരു കന്നഡ ചിത്രം, ഒരു കുഞ്ഞു ചിത്രമായി വന്ന ഒരു കാന്താര ഇന്ത്യ ഒട്ടാകെ തന്നെ തരംഗമായി മാറുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതിൽ ഋഷഭ് ഷെട്ടിയുടെ അഭിനയ പ്രകടനത്തെക്കുറിച്ച് ക്രിട്ടിക്സ് ആയിക്കോട്ടെ സാധാരണ പ്രേക്ഷകരായിക്കോട്ടെ തിയേറ്ററിൽ നിന്ന് വന്ന് തന്നെ ഒരു വല്ലാത്തൊരു അനുഭവം സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ അവസാനത്തെ 30 മിനിറ്റുകൾ ഋഷഭ് ഷെട്ടി വല്ലാത്തൊരു ലോകത്തേക്ക് കൊണ്ടുപോയെന്ന് പല ക്രിട്ടിക്സുകളും പറഞ്ഞിരുന്നതാണ്. ആ ഒരു മത്സര രംഗത്തേക്ക് മമ്മൂട്ടിക്ക് എത്രമാത്രം റോഷാക്കിലൂടെയും നൻപകൽ നേരത്തെ മയക്കം എന്ന ഈ രണ്ട് ചിത്രങ്ങളിലൂടെയും തന്നെ ഋഷഭ് ഷെട്ടിയെ കടത്തിവെട്ടാൻ സാധിക്കുമോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഈ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ മലയാളികൾക്ക് സന്തോഷിക്കാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് ഈ രണ്ട് തലത്തിലും മമ്മൂട്ടിക്ക് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു ചരിത്രമായി മാറും. ആ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്ന് പ്രഖ്യാപിക്കുന്ന വേളയിൽ അത് മമ്മൂട്ടിക്ക് സ്വന്തമാക്കാൻ സാധിച്ചാൽ അതും ഒരു റെക്കോർഡ് ചരിത്രമായി തന്നെ മാറുന്നതായിരിക്കും. തീർച്ചയായും 2022 സിനിമകളാണ് ദേശീയ തലത്തിൽ നമ്മൾ എടുത്തു നോക്കുന്നത്. അതുകൊണ്ടാണ് റോഷാക്ക് എന്ന സിനിമയും നൻപകൽ നേരത്തെ മയക്കവും വരുന്നത്. നൻപകൽ നേരത്തെ മയക്കത്തിലെ പ്രകടനത്തെക്കുറിച്ച് കഴിഞ്ഞ തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുന്ന സമയത്ത് തന്നെ സംസാരിച്ചിരുന്നതാണ്. കാരണം രണ്ട് പേഴ്സണാലിറ്റികളായിട്ട് മമ്മൂട്ടി മറിയുന്നതും റോഷാക്കിൽ ലൂക്ക് ആന്റണി എന്ന പ്രകടനത്തിലൂടെ മമ്മൂട്ടിയുടെ സ്വതസിദ്ധമായ അഭിനയവും എങ്ങനെയൊക്കെയാണ് പ്രേക്ഷകരെ സ്വീകരിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഈ രണ്ട് ചിത്രങ്ങളും നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനിയാണ് എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയും കാതൽ ദി കോറും എന്ന സിനിമയും കൂടിയാണ് മമ്മൂട്ടി മത്സരിക്കുന്നത്. ഈ രണ്ട് ചിത്രങ്ങളും മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിലെ മമ്മൂട്ടിയുടെ 4 ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി തന്നെയാണെന്നുള്ളതും ഒരു കൗതുകകരമായ കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു പുരസ്കാര വേളയിൽ ഉറ്റുനോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സംസ്ഥാന തലത്തിൽ ഉറ്റുനോക്കുകയാണെങ്കിൽ ഒരു വല്ലാത്ത കോമ്പറ്റീഷൻ തന്നെയാണ്. പൃഥ്വിരാജ് ആടുജീവിതം എന്ന സിനിമയിലൂടെ അദ്ദേഹം നടത്തിയ ട്രാൻസ്ഫോർമേഷൻസ്, അദ്ദേഹം ഒരു 10-14 വർഷത്തോളം ആ സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് കഴിഞ്ഞതാണെന്നും പൃഥ്വിരാജും സംവിധായകൻ ബ്ലസ്സിയും അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിരുന്നതാണ്. സംഗീത സംവിധായകൻ AR റഹ്മാനായിരുന്നു ഒരു ഓസ്കാർ നോമിനേഷനിലേക്ക് പോകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ ഒരു രീതിയിൽ വരെ ആ സിനിമ മാറുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. നജീബിന്റെ ഒരു വേഷം പൃഥ്വിരാജ് അതിഗംഭീരമായി മാറ്റി. 2 മണിക്കാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അറിയാൻ സാധിക്കുക. 3 മണി വരെ കാത്തിരിക്കണം ദേശീയ പുരസ്കാരം ആർക്ക് എന്നറിയാൻ. നമ്മൾ തുടങ്ങിയത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് അറിയുമോ എന്നുള്ളതാണ്. അതിനിടെയായിരുന്നു കാഫിർ വിവാദം പുകഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആണ് വടകരയിൽ ഇങ്ങനെയൊരു വിവാദമുണ്ടായത്. അതിൽ CPIM ഇപ്പോൾ പ്രതിരോധത്തിലായി നിൽക്കുന്ന സമയം ആണ്. അതിനിടെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നത്. വിവാദ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം CPIM സൈബർ സംഘങ്ങളാണ് എന്ന ആരോപണത്തിന് കൂടുതൽ ബലം നൽകുന്ന തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് CPIMനെ വലിയ തോതിൽ പ്രതിരോധത്തിലാഴ്ത്തുന്നതാണ്. പുതിയ സംഭവവികാസങ്ങളിൽ CPIMന്റെ ഔദ്യോഗിക വിശദീകരണം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.
സംസ്ഥാനത്ത് മഴ ഇന്നും വ്യാപകമാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. കേരള തീരത്തിനും അറബിക്കടലിനും മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താരംഭത്തിന്റെ ഇടയ്ക്ക് നമ്മൾ നൽകിയ വാർത്ത പശ്ചിമ ബംഗാളിലെ യുവ ഡോക്ടറിന്റെ കൊലപാതകം ആയിരുന്നു. അതോടൊപ്പം ഒരു നേഴ്സിനെ തട്ടിക്കൊണ്ടുപോയി കൊന്ന വാർത്തയും നമ്മൾ ഉൾപ്പെടുത്തി. എന്നാൽ പരിചരിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയോട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ക്രൂരത. ഗുരുതരാവസ്ഥയിലുള്ള വൃദ്ധയെ രോഗം ഭേദമാകാതെ വീട്ടിലേക്ക് മടക്കി. കാലിൽ പുഴു അരിക്കുന്ന നിലയിൽ വീട്ടിൽ കണ്ടെത്തിയ ഇവരെ നാട്ടുകാർ വീണ്ടും ആശുപത്രിയിൽ ആക്കുകയായിരുന്നു. കരുളായി നിലമ്പതിയിലെ പ്രേമലീല എന്ന 68-കാരിക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. പ്രേമലീല ആവശ്യപ്പെട്ട പ്രകാരമാണ് വീട്ടിലേക്ക് വിട്ടത് എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ഈ റിപ്പോർട്ടോടെ വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇതായിരുന്നു പ്രേമലീലയുടെ അവസ്ഥ. വ്രണങ്ങൾ പഴുത്ത് പുഴുവരിച്ച നിലയിൽ, പരിചരിക്കാനാകട്ടെ ആരുമില്ല. ഇങ്ങനെയുള്ള നിലയിലാണ് നിലമ്പൂർ ആശുപത്രി അധികൃതർ ഇവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് അയച്ചത്. മുൻപ് മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരിയായിരുന്നു ഇവർ. കോവിഡ് കാലത്ത് ഭർത്താവ് മരിച്ചു. മക്കളില്ല. ബന്ധുക്കളാരും സഹായിക്കുന്നുമില്ല. ഞാനാകെയായി, ആരുമില്ലാത്തളായി. കുടുംബങ്ങൾ വരെ അവർക്ക് രോഗത്തിന് പുച്ഛം നാലൊക്കെ ഉണ്ടാകുന്നവരുണ്ട്. പക്ഷെ അവരാരും വരൂല. എന്നെ ഒറ്റപ്പെടുത്തി. 10 ദിവസം മുമ്പാണ് ശാരീരിക നില അതീവ ഗുരുതരമായതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ കൊണ്ടുപോയത്. അവിടെ നിന്നും 4 ദിവസം മുമ്പ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും 3 ദിവസത്തിനു ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. പരിചരിക്കാൻ ആരുമില്ലാത്തതിനാൽ ആശുപത്രിയിൽ കഴിയാൻ വയ്യാത്ത സാഹചര്യത്തിലാണ് ഇവർ വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടത്. ഹോസ്പിറ്റലിൽ പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് ഇന്ന് തൊട്ടുകൂടെ ഒരു ഗുളിയോ മരുന്നോ ഇല്ല, ഒന്നുമില്ല. ഇനി നിങ്ങൾ വീട്ടിൽ പോവുക. വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിന്നത് നിങ്ങൾ കോഴിക്കോട് കൊണ്ടുവരും. ഞങ്ങൾക്ക് സുഖമായി. ഇനിയിപ്പം മരുന്നുകളൊന്നും ഇല്ല, ഗുളികയില്ല. ഇതാ ഞങ്ങൾ ഡിസ്ചാർജ് സമയത്ത് ഇതാ കൊണ്ടുപോയിരിക്കുന്നത്. എന്നാൽ കാലു മുഴുവൻ പഴുപ്പ് കയറിയ അവസ്ഥയിൽ ആരെങ്കിലും പരിചരിക്കാനുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ചികിത്സയിൽ തുടരാമായിരുന്നു. അതിനുള്ള ശ്രദ്ധ ആശുപത്രി അധികൃതർ നൽകിയില്ല. അവരുടെ നില മനസ്സിലാക്കാതെയാണ് ആശുപത്രി അധികൃതർ ഡിസ്ചാർജ് ചെയ്തത്. അവർ പറഞ്ഞതുകൊണ്ടാണ് ഡിസ്ചാർജ് ചെയ്തതെന്ന ഒഴുക്കൻ വിശദീകരണമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. വീട്ടിൽ ആരും നോക്കാനില്ലാതെ ദയനീയ സ്ഥിതിയിലായിരുന്ന ഇവരെ കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള പൊതുപ്രവർത്തകരാണ് ആദ്യം ശ്രദ്ധിച്ചത്. ഇവർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർമാരെ വിവരമറിയിക്കുകയും തുടർന്ന് പ്രേമലീലയെ വീണ്ടും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വളരെ ദയനീയമായ അവസ്ഥ. മൂത്രത്തിന് ട്യൂബ് ഇട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതുപോലെ തന്നെ മന്ത് രോഗം ബാധിച്ച കാലിൽ നിന്ന് പാലിയേറ്റീവ് പ്രവർത്തകർ പുഴുക്കളെ തോണ്ടിയെടുത്ത് ശുചീകരിച്ചിട്ടുള്ളത്, വൃത്തിയാക്കിയിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം.